രാത്രിയിലെ പെൺകുട്ടി തന്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. ഈ സമയത്ത് അവളുടെ അച്ഛൻ കുടിച്ചിട്ട് അവിടേക്ക് വന്നിട്ട് തനിക്ക് ചൂതാട്ടത്തിനായി $50,000 പെൺകുട്ടി ഉടനടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ പെൺകുട്ടി അവിടെ പണം തരാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. ഈ സമയത്ത് അവളുടെ അച്ഛൻ അവളുടെ കരണത്തടിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ശ്രവണ സഹായി ഇപ്പോഴും താഴെ വീഴുന്നു. അവളെ വീണ്ടും അച്ഛൻ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് കൂനിക്കൂടി ഇരുന്ന സമയത്താവട്ടെ യുവാവ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അയാളാവട്ടെ അവളുടെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അവളുടെ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. യുവാവ് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കി അച്ഛനാവട്ടെ യുവാവിനെ ഒന്ന് വാൺ ചെയ്തതിന് ശേഷം വേറെ വഴിയില്ലാതെ അവിടെ നിന്ന് പോകുന്നു. അവനാവട്ടെ ഈ സമയത്ത് അവളുടെ ശ്രവണ സഹായി എടുത്ത് അവളുടെ ചെവിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. യുവാവ് അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അവർ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങളൊക്കെ അവൾക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അവൾ ഉടനടി തന്നെ അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് വിഷമത്തോടെ കരയാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവനാവട്ടെ അവളെ സ്നേഹത്തോടെ സമാധാനിപ്പിക്കുന്നു. അവനാവട്ടെ അവന്റെ കാറിൽ തന്നെ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി പെൺകുട്ടിയുടെ കോണ്ടാക്ട് വിവരങ്ങൾ തന്റെ ഫോണിലേക്ക് യുവാവ് പകർത്തുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ യുവാവ് പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ മുത്തശ്ശി അടുത്തേക്ക് വന്നിട്ട് അവൻ ഏത് തരത്തിലുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. യുവാവിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ തപ്പി നടക്കുകയായിരുന്നു മുത്തശ്ശി. മുത്തശ്ശി കണ്ടെത്തുന്ന പെൺകുട്ടികളെയൊന്നും യുവാവിന് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം. ഈ സമയം പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുന്ന യുവാവട്ടെ തനിക്ക് പൂക്കളുടെ മണമുള്ളതും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് പറയുന്നു. ഇത് കേട്ട മുത്തശ്ശിയാവട്ടെ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തുമെന്ന് ആലോചിച്ച് നിസ്സഹായതയിലാവുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം ഒരു ബൊക്കെ വാങ്ങാനായി പെൺകുട്ടിയുടെ ഷോപ്പിലേക്ക് മുത്തശ്ശി പോകുന്നുണ്ട്. പെൺകുട്ടിയെ കണ്ട മുത്തശ്ശിയാവട്ടെ പെട്ടെന്ന് തന്നെ തന്റെ ചെറുമകൻ പറഞ്ഞ ഘടനകളെല്ലാം പെൺകുട്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കി അവളോട് തന്റെ കൊച്ചുമകനെ മീറ്റ് ചെയ്യാനായി വരുമോ എന്ന് ചോദിക്കുന്നു. മുത്തശ്ശി അവരുടെ ഷോപ്പിലെ പ്രീമിയം കസ്റ്റമർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് അത് നിരസിക്കാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രീമിയം കസ്റ്റമറായ മുത്തശ്ശിയെ പിണക്കി വിട്ടാൽ തന്റെ സ്ഥാപനത്തിന് ഒരു കസ്റ്റമറെ നഷ്ടപ്പെടുമെന്ന് കരുതി പെൺകുട്ടി അതിന് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം മുത്തശ്ശിയാവട്ടെ യുവാവിനെ വിളിച്ചിട്ട് അവന്റെ പ്രിഫറൻസിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറയുന്നു. യുവാവ് ആദ്യം തന്നെ അത് നിരസിക്കാൻ തുടങ്ങിയെങ്കിലും അവർ പെൺകുട്ടിയുടെ ഫ്ലവർ ഷോപ്പിന്റെ പേര് പറയുന്നു. ഇത് കേട്ട യുവാവ് ആവട്ടെ വല്ലാതെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിരുന്നാലും അവൻ സന്തോഷത്തോടെ തന്നെ ആ പെൺകുട്ടിയെ പോയി കണ്ടോളാമെന്ന് മുത്തശ്ശിക്ക് വാക്കു കൊടുക്കുന്നു. മുത്തശ്ശി കൂടിക്കാഴ്ചയ്ക്കായി പറഞ്ഞുറപ്പിച്ച റെസ്റ്റോറന്റിലേക്ക് യുവാവ് നേരത്തെ തന്നെ എത്തിയിരുന്നു. അവൻ വളരെ പരിഭ്രാന്തിയോടെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് യുവാവാണ് മുത്തശ്ശിയുടെ ചെറുമകൻ എന്നറിയാതെ പെൺകുട്ടി അയാളെ തിരക്കി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ക്ലാസ്മേറ്റ് അവളുടെ തോളിൽ തട്ടുന്നുണ്ട്. അയാൾ അവളെ സ്വന്തമാക്കുമോ എന്ന് യുവാവ് പേടിക്കുന്നു.